കുട്ടിക്കാലത്തെ ഒരു നല്ലൊരു ഓർമ്മയാണ് ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള നല്ല ചൂടോട് കൂടിയിട്ടുള്ള നെയ്യപ്പം. ഈ നവരാത്രി സമയത്തൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് അമ്പലത്തിൽ ജപിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ജപമൊക്കെ കഴിയുന്ന സമയത്ത് നമ്പൂതിരി നല്ല ചുടുചുടായിട്ട് ഈ നെയ്യപ്പം നമ്മളെ കയ്യിലോട്ട് വെച്ച് തരും. അതിൻ്റെ സ്വാദം വേറെ തന്നെയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ നമ്മളിവിടെ കോലാപ്പൂർ ശർക്കര, ആ ഉണ്ട ശർക്കര ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 200 ഗ്രാമോളം ഉണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു ശർക്കര പാനിയാക്കി എടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് മറ്റേ ആണിയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ അതൊരു 2 ആണി 2.5 ആണി വരെ എടുക്കാം കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് മാറ്റാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലൊരു സിറപ്പാക്കി എടുക്കാം. ഒരുപാട് തിക്കൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു 4 പാളയംതോടൻ പഴം അഥവാ മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. കുട്ടി മൈസൂർ പഴം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഫോർക്ക് വെച്ചിട്ടും ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെയാണ് ഇത് മാഷ് ചെയ്തെടുത്തത്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ ഏലക്കാപ്പൊടിയോ അങ്ങനത്തെ യാതൊരു സാധനങ്ങൾ, അതായത് ചുക്കോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പഴം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഈ പഴത്തിൻ്റെ രുചിയാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ 1 കപ്പ് വറുക്കാത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണിത്. ഇത് ഒരു 125 ml കപ്പിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അളന്നെടുത്തതാണ്. അപ്പോൾ അതിനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കട്ടകൾ മാറിയൊക്കെ തോന്നും, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ശരിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യിൻ്റെ രുചിയും ഇതിന് വേണം കേട്ടോ, എന്നാലാണ് ആ ഒരു അമ്പലത്തിലത്തെ രുചിയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ 1 ടീസ്പൂണോളം നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ അവിടെ തയ്യാറാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉടനെ ആ ഒരു തിളച്ച് വരുമ്പം തന്നെ ചേർത്ത് കൊടുക്കണ്ട, അല്പം നേരം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വരാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ലൊരു ബാറ്ററായി കിട്ടണം. ഈ ബാറ്ററിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഡ്ലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത്രയും തിക്നെസ്സിൽ നമുക്ക് നല്ലൊരു ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇപ്പം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അഥവാ നമ്മൾ ഈ ശർക്കരയുടെ പാവ് അതിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു പോയി അല്ലെങ്കിൽ അത് ഒരുപാട് തിക്കായി പോയി എന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് ഈ ബാറ്റർ തയ്യാറാക്കി എടുത്താൽ മതി, അല്ലാതെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഈ മാവിൻ്റെ ചൂടൊക്കെ അല്പം ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഒരു കട്ടകളോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് ഇതുപോലെ നമുക്ക് ഉടച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇഡ്ലി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം ചുട്ടെടുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുഴികളിലായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചെണ്ണം നെയ്യിൽ തന്നെയാണ് ഇത്ര ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇതേ കുഴികളിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് അത്ര ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ബാറ്റർ ഒരു ഗ്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട് ഒഴിക്കാനുള്ള ഒരു എളുപ്പത്തിന്. ഇനി ഇത് നമുക്ക് ഈ ചൂടായ ഈ നെയ്യിലേക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നെയ്യും കൂടിയുള്ള ആ മിക്സിലേക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അല്പസമയം കഴിയുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ മുകളിൽ അല്പം ഒരു കുക്കാവാത്ത മാതിരി ഇരിക്കുന്നില്ലേ നടുക്ക്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗവും നന്നായിട്ട് തന്നെ ഒരുപോലെ അങ്ങ് പൊങ്ങി വരും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ കുറച്ചിങ്ങനെ അടഞ്ഞിരിക്കും, അതായത് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. മറ്റേ ഭാഗം മാത്രമേ നല്ല ഷേപ്പായിട്ട് വരുള്ളൂ. ഇതേ ഒരു സമയത്ത് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 വശവും ഇതുപോലെ ഒരുപോലെ ഷേപ്പായിട്ട് വരും.
അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് ഒരു ഗോൾഡൻ റെഡ് കളർ ആവുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഈ ഒരു കളറായി വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള നെയ്യപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ പറ്റുമെങ്കിൽ ഒരു വാഴയിലയിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ ഇലയിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ചൂടിൽ, ഈ നെയ്യപ്പത്തിൻ്റെ ചൂടിൽ ആ ഇല അല്പം ഒന്ന് വാടി വരും. കണ്ടോ, ആ ഒരു സമയത്ത് ഇതിനൊരു പ്രത്യേക രുചിയാണ്, ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ചൂടോടുകൂടി ആ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ ഇലയുടെ ആ ഒരു മണവും ഈ ചൂടോടുകൂടിയുള്ള നെയ്യപ്പത്തിൻ്റെ ആ ഒരു മണവും അതിൻ്റെ സ്വാദും ഒക്കെ അപാരമാണ്. ഇത് ചൂടോടുകൂടി മാത്രമല്ല, ആറിയതിന് ശേഷം അടുത്ത ദിവസം കഴിക്കാനായാലും നന്നായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു സ്വാദാണ്. ഇതിന് ഒരുപാട് ഉറപ്പുള്ള ആ നെയ്യപ്പം അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ അതേ സ്വാദ്, അതേ ടെക്സ്ചറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.